ഈ നൂറ്റാണ്ടിലാണ് പരമശിവൻ ജീവിച്ചിരുന്നെങ്കിൽ പരമശിവനെ നിങ്ങൾ പിടിച്ച് ജയിലിലിടുമല്ല NDPS കേസിൻ ചുമത്തിയിട്ട്. കാരണം പരമശിവൻ 24 മണിക്കൂറും ബോച്ചുണ്ട് നടക്കണാണ്. എന്നാ കേരള പോലീസ് ഒരുപാട് വേദനിപ്പിച്ച് മനസ്സിലായത് ഒരു ചെടി വലിക്കണേന്. ഇപ്പൊ എന്നെ കുറിച്ച് മറ്റേ പറഞ്ഞായിരുന്നു മറ്റേ സീക്രട്ട് ഏജന്റ്. ഞാൻ അവർക്കൊക്കെ കൊടുക്കണ എന്താന്ന് അറിയോ, ഇവനേലൊക്കെ അന്തസ്സുണ്ടല്ലോ വേശികൾക്ക്, കോൾ ഗേൾസിന് ഇവനേലൊക്കെ അന്തസ്സുണ്ട്. നീ ഏതാണ്ടാ, നീയാണോ മാർട്ടിൻ? ഞാൻ ചോദിച്ചേ ഇതാ ഇവിടെ കിടന്ന് ഉണ്ടാക്കാൻ നിൽക്കണ കണ്ടോളാം, നീ ഇവിടെ നിന്ന് ജീവനോടെ പോലടാന്ന് പറഞ്ഞു. നിന്നെ ഞാൻ കൊല്ലു. അച്ഛനും നമ്മുടെ പോലെയൊക്കെ തന്നെ. അതല്ലേ അച്ഛന്റെ ഒരു ഇതായിരിക്കും. അച്ഛൻ ജോയിന്റ് അടിക്കൂല. മൈസൂർ മാംഗോ 25 ഗ്രാം മൈസൂർ മാംഗോ അതിന്റെ കൈത്തന്നെ. എന്താണെന്നറിയോ മൈസൂർ മാംഗോ? മൈസൂർ പാക്ക് കാണോ പുറത്തുകൊണ്ട് തള്ളിയിട്ടാണ്. അതായത് ചെടിയിലായ ഇതിലുള്ള മൈസൂർ പാക്ക് ഇങ്ങനെ കിള്ളി എടുത്തിട്ട് ഇങ്ങനെ എത്ര വയസ്സായിരുന്നു? 26. സാവന്താ കൂടെ സിർപ്പോടെ ഇരിക്കണ വെള്ളൻ അപ്പടിപ്പെട്ടനോട് മരണത്തെ മുഖാമുഖം കണ്ടൊരു വ്യക്തിയല്ലേ. 3 വർഷം, അതിൽ 2 വർഷം കൂടെ വിളിച്ചോണ്ട് പോയതാണ്. പേരിൽ തന്നെ എല്ലാമായി ജനഹൃദയങ്ങളിൽ ആ ഒരൊറ്റ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത്. മട്ടാഞ്ചേരി മാർട്ടിൻ. മച്ചാനെ നമസ്കാരം. സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഫുഡൊക്കെ അടിച്ചു. ഒരുപാട് സന്തോഷം നേരിട്ട് കണ്ടതിൽ. ഇന്ന് ഇന്റർവ്യൂവിന് വരാൻ നേരത്ത് നമ്മുടെ കൂട്ടുകാരോട് പറയുക എടാ മട്ടാഞ്ചേരി മാർട്ടിനാണോ വരുന്നതെന്ന്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ മട്ടാഞ്ചേരി മാർട്ടിൻ എന്നുള്ള പേര് തന്നെ ഒരു പഞ്ചായത്ത് കിടക്കും അല്ലേ? സന്തോഷം മോത്തുവാണോ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നെവിൻ അഗസ്റ്റിൻ റിയൽ നെയിം? ഫ്രാൻസിസ് നെവിൻ അഗസ്റ്റിൻ റിയൽ നെയിം. ഫ്രാൻസിസ് നെവിൻ അഗസ്റ്റിൻ റിയൽ നെയിം. ഈ ഫ്രാൻസിസ് നെവിൻ അഗസ്റ്റിനിൽ നിന്ന് മട്ടാഞ്ചേരി മാർട്ടിനോട്ട് മാറാനുള്ള ദൂരം എത്രയായിരുന്നു? അറൗണ്ട് 6 years ആയിട്ടുണ്ടാവും. 6-7 years. ഞാൻ മറ്റേ പരിപാടി ചെയ്യുമ്പോഴാണ് നായികൻ എന്ന് പറഞ്ഞ മഴവിൽ മനോരമ ആ പരിപാടി ചെയ്തപ്പോഴാണ് എനിക്ക് ആ പേര് കിട്ടുന്നത്. ആ പേര് സ്വയം ഇട്ടതാണോ അതോ? സ്വയം ഇട്ടതാ. എല്ലാവർക്കും നമ്മുടേതായ ഒരു വ്യക്തിത്വം കാണുമല്ലോ അല്ലേ? അങ്ങനെയാണ് ആ പേരിലോട്ട് വന്നത്. അങ്ങനെ മട്ടാഞ്ചേരിയിൽ നിന്ന് തുടങ്ങി നായികനിൽ വന്നു. ഫസ്റ്റ് ഷോ ഏതായിരുന്നോ? ഫസ്റ്റ് ഷോ അതായിരുന്നു. നായികനിൽ നമ്മുടെ ടാലന്റ് ആ ഷോയിലോട്ട് എന്നായിരുന്നു പോയത്? അത് 2 years before in Croatia വെച്ച്. അത് ത്രൂ മൈ വൈഫ് ഷീ ഈസ് എ ക്രൊയേഷ്യൻ. അവള് ക്രൊയേഷ്യൻ സിറ്റിസൺ ആണ്. ഫോറിനറാ. ഒരു പ്രണയ വിവാഹമായിരുന്നോ? ഓഫ് കോഴ്സ്. അടിപൊളി. ജീവിതത്തിൽ പല മോഡല് അല്ലേ? ശരീരത്തിൽ ടാറ്റു ആണെങ്കിൽ ടാറ്റുവിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ? ചെയ്ത ടാറ്റുവിന് ഇത് അമ്മ ഇത് അപ്പൻ. പിന്നെ ആ തൊപ്പിയിൽ ഒരു ടാറ്റു ഒളിഞ്ഞിരിക്കുന്നത് കേട്ടു. മുൾക്കിരീടം. ഇതിപ്പോ 2 പേർക്ക് ഉള്ളത്. അത് 2000 കൊല്ലം മുമ്പ് മരിച്ചുപോയി യേശു ക്രിസ്തു. അത് കഴിഞ്ഞിപ്പോ 2000 കൊല്ലത്തിന് ശേഷം ഫ്രാൻസിസ് നെവിൻ അഗസ്റ്റിൻ എനിക്ക്. യേശു ക്രിസ്തുവിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്നിലൂടെ? യേശു ആണെന്നും എനിക്ക് അതിനോടൊന്നും താല്പര്യം. എനിക്ക് ഞാനായിട്ട് ജീവിച്ചാൽ മതി, ഞാനായിട്ട് തന്നെ മരിച്ചാൽ മതി. അതിനാണ് എനിക്കിഷ്ടം. ഏതെങ്കിലും ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നത് മതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഷിറ്റ് ഫോർ മീ. മതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മതം നമ്മളെന്താ ശരിക്കും നടത്തിയത്? നമ്മൾ ശരിക്കും വേർതിരിച്ചിട്ടുള്ളത്. അതെ. എനിക്ക് എൻ്റെ മതവും എൻ്റെ ദൈവവും എന്ന് പറയുന്നത് ഭൂമിയും തമ്മിൽ. ഒരു ജാതി, ഒരു മതവും, ഒരു ദൈവം. മനുഷ്യരാണ് ബാക്കിയെല്ലാം വേർതിരിച്ചത്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഹ്യൂമൻസ്. ഞാൻ മനുഷ്യനെ വിശ്വസിക്കണില്ല. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നായികനിൽ വന്നു. പിന്നെ ഏതൊക്കെ ചാനലിൽ പോയിട്ടുണ്ട്? ഞാനാകെ നായകനും പിന്നെ മറ്റേ ചാനലും മറ്റേ യൂറോപ്പിലെ പരിപാടി അത് 2 മാത്രം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. യൂറോപ്പിലെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേന് അങ്ങ് ലെവല് മാറിയല്ലേ? എന്ത് ലെവല്? ആൾക്കാരോട് അറിയാൻ തുടങ്ങുന്ന ആൾക്കാർ കൂടുതൽ അറിഞ്ഞത് നായകനിലൂടെ ആയിരുന്നു അല്ലേ? ഇല്ല, ആൾക്കാർ ഇപ്പൊ കൂടുതൽ ഇന്ത്യ മൊത്തം അറിഞ്ഞു തുടങ്ങിയത് മറ്റേ ഇഷ്യൂ ആണ്. മറ്റേ പച്ചക്കറി ഇഷ്യൂലാണ് ലോകം മൊത്തം അറിഞ്ഞത്. നല്ലൊരു ജോലിയായിരുന്നു കേട്ടു. ഷിപ്പിലായിരുന്നു. ആക്സിഡന്റ് പറ്റി പോണേ. ആ സ്റ്റോറി ഒന്ന് പറയുമോ? ഒരുപാട് കേട്ടതാണേലും പക്ഷെ മച്ചാനിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് കേട്ടോ. 18ാമത്തെ വയസ്സിൽ കപ്പലിലേക്ക് കയറിയതും
18ാമത്തെ വയസ്സിൽ കപ്പലിൽ ജോയിൻ ചെയ്ത് ദുബായിൽ. അങ്ങനെ ലോങ് 8 years വർക്ക് ചെയ്ത് ഇൻ ഷിപ്പ്. 26 വയസ്സ്. 26ാമത്തെ വയസ്സിലായിരുന്നു ആക്സിഡൻറ്റ്. ഹെഡ് ഇഞ്ചുറി ആയിരുന്നു, ബ്രെയിനിന് സ്ക്രാച്ചായി. ആഫ്റ്റർ ദ ആക്സിഡൻറ്റ് എൻ്റെ പാവതി തളർന്നു പോയി, കാഴ്ച ശക്തി പോയി, സംസാരശേഷി പോയി, കിടപ്പായി. 2 കൊല്ലം പറ്റേ കട്ടിലിൽ കിടപ്പായി പോയി. അങ്ങനെ ജോലി പോയി. ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചിട്ടുള്ള എല്ലാം നഷ്ടങ്ങൾ മാത്രമാണ്. ഈ റിയൽ ലൈഫിലെ ആൾക്കാരൊക്കെ ഇപ്പം അന്ന് പോലീസ് കേസ് ഉണ്ടായി ഇങ്ങനെയൊക്കെ വന്നു. അപ്പോൾ റിയൽ ലൈഫിലെ ആൾക്കാർ നേരിട്ടൊക്കെ കാണുമ്പോൾ എങ്ങനെ സന്തോഷമായിട്ട് തന്നെയാണോ പെരുമാറുന്നത്? അതോ They talk to me with respect. എല്ലാവർക്കും ഒരു ഇത് കൊടുക്കുന്നുണ്ട് അല്ലേ? They all talk with me with respect. ഞാൻ ഗോവയിലായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച. മുംബൈയിൽ നിന്ന് കുറച്ച് ടീം വന്നിട്ടുണ്ടായി അവിടെ. ഡാവിനെ കാണാൻ സഞ്ജയത്തിനെ പോലെ ഇരിക്കണ്. സഞ്ജയത്തിനും എടുക്കാൻ നല്ല ഹൈറ്റ്, നല്ല വെയിറ്റ്. ഡാവെന്നെ കണ്ടപ്പോൾ തൊട്ട് തന്നെ ഞാൻ പബ്ബിൻ്റെ ഉള്ളിൽ ഡാൻസ് കളിച്ചിട്ടിരിക്കണേ. ഇവനെന്നെ കണ്ടപ്പോൾ തൊട്ട് തന്നെ ഇവനെന്നെ ഇങ്ങനെ നോക്കണം. അതുകൊണ്ട് ഇവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനപ്പം എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടേ, എടാ വീട്ടിൽ വിളിച്ച് പറഞ്ഞേക്കടാ സഞ്ജയത്തെ നോക്കി കളിപ്പിക്കണ്ട, ഒരു പെട്ടി ബുക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ തിരിച്ചൊരു വരവ് ഉണ്ടാകത്തില്ലടാ. പിന്നെ അവൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ഞാൻ ചത്ത്. ഞാൻ അപ്പം അവനോട് എന്ന് ചോദിച്ചേ, ബ്രദർ ഞാൻ എന്തെങ്കിലും തെറ്റിയതിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ ബ്രദർ, ഐ എം ജസ്റ്റ് എ ഡാൻസർ, ഐ എം ആൻ ആർട്ടിസ്റ്റ്. അപ്പോൾ തന്നെ അവനോട് ചോദിച്ചാൽ എന്താണെന്ന് അറിയോ, യു ആർ ദ ഗായ് ഇൻ ദാറ്റ് വീഡിയോ വിത്ത് മറുവാന? ഞാൻ പറഞ്ഞു യെസ്. അപ്പം തന്നെ ഞാൻ ചാടി എഴുന്നേറ്റിട്ടില്ല, എന്നെ കെട്ടിപ്പിടിക്കുന്നത്. and പറഞ്ഞേ with respect, with whole respect brother, we love you brother. അതൊക്കെ ഒരു അംഗീകാരം തന്നെ. പിന്നെ എന്നിട്ട് അവൻ എനിക്ക് തന്ന ഗിഫ്റ്റ് കാണണം. എന്തുവാ തന്നെ? 25 grams ഓഫ് മൈസൂർ മാംഗോ. ഇവിടെ എനിക്ക് എൻ്റെ കസിൻ പോകുമ്പോൾ തരുന്നത് 200 രൂപയും 100 രൂപയും പോയി മുട്ടായി മേടിച്ചോളാനാണ് പറയുന്നത്. മൈസൂർ മാംഗോ 25 gram മൈസൂർ മാംഗോ എൻ്റെ കൈ തന്നെ. അതെന്താണെന്ന് അറിയോ മൈസൂർ മാംഗോ? മൈസൂർ പാക്കാണോ? ഇതിനൊക്കെ വല്ല പുറത്തുകൊണ്ട് തള്ളിയിട്ടാ. മച്ചാനെ മൈസൂർ പാക്കാണോ? ആ മൈസൂർ പാക്ക്, അതായത് ചെടിയുടെ ഇതിലുള്ള മൈസൂർ പാക്ക്. അതിങ്ങനെ കിള്ളി എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ആ പാക്കല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ മറ്റേ 20 രൂപയ്ക്ക് മിഠായി. എത്ര വയസ്സായിരുന്നു? 26 ശ്രീനാഥ് ബാസി അറിയാമോ? പിന്നെ അടിപൊളി മെമ്പർ അല്ലേ. ശ്രീനാഥ് ബാസിയുടെ കേസുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ട് പോകുന്നുണ്ടോ? അതോ എന്ത് കേസായിരുന്നു? മറ്റേ ഫക്കിംഗ് 1 2 3 കണ്ടില്ലായിരുന്നോ? അതെന്താണ്? കണ്ടില്ലേ? ഇല്ല. ശ്രീനാഥ് ബാസി മറ്റേ വീണയുമായിട്ട് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് തെറി വിളിച്ചെന്നോ? ഞാൻ പറയട്ടെ, ബി ഹൂ യു വോണ്ട് ബി. നമ്മളെന്താണോ അതാവുക. ഇപ്പം ഞാനും സംസാരിക്കുമ്പോൾ എൻ്റെ വായിലൂടെക്ക് തെറിയൊക്കെ വരും. അത് നിങ്ങളാരെയും വേദനിപ്പിക്കാനൊന്നുമല്ല. ഇറ്റ്സ് മൈ ആറ്റിറ്റ്യൂഡ്. ശ്രീനാഥ് ബാസിയുടെ കേസ് അങ്ങനെ അല്ലായിരുന്നു. പിന്നെ മച്ചാൻ ഇപ്പം തെറി പറയുന്നത് ആ ഒരു സംസാരത്തിൽ അങ്ങ് പറയുക. ശ്രീനാഥ് ബാസി ആങ്കറിനെയാ വിളിച്ചേ, അല്ല ആങ്കറിന്റെ ചോദ്യത്തിനെയാ തെറി വിളിച്ചേ. അവൾ ചൊറിഞ്ഞിട്ടുണ്ടാവും. ചൊറിഞ്ഞിട്ടുണ്ടാവും. അവൾ ഇന്ന് ചൊറിയാൻ പോയി, ചൊറിഞ്ഞിട്ടാ ലേറ്റ് ചെയ്ത്. അപ്പോൾ അത് മേടിച്ചിട്ട് മുണ്ടാണ്ടിരിക്കുക. ശ്രീനാഥ് ബാസി ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല അവൻ്റെ കേസ് ഇത്ര ഇതായത്. ഇപ്പോൾ അവൻ സെലിബ്രിറ്റി ആയില്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ലല്ലോ. അതാണ് ഈ നമ്മുടെ ജനങ്ങളുടെ കുഴപ്പം. മറ്റുള്ളവരുടെ സങ്കടത്തിലും മറ്റുള്ളവരുടെ പ്രശ്നത്തിലും പോയി തോണ്ടി സ്വന്തം പല്ലൂത്തി മണക്കാൻ പാടില്ലേ? അതിന് നല്ല മണ്ണൊന്ന് വെറുതെ എന്തിനാണ് വല്ലവൻ്റെ പല്ലൂയി കുത്തി മണക്കണം? സിനിമാ ഫീൽഡിലോട്ട് കടന്നു വരുമ്പം നിലവിൽ കോണ്ടാക്റ്റ് ഉള്ള താരങ്ങൾ ആരൊക്കെയാണ് നിലവിലെ? ലൈക്ക് അമിതാഭ് ബച്ചൻ, സൽമാൻ ഖാൻ. കോണ്ടാക്ട് ആരായിട്ടില്ല എൻ്റെ. എന്നാലും നമ്മുടെ മലയാളി താരങ്ങളൊക്കെ കാണുമല്ലോ. കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാനും സിനിമയിലുണ്ടായതല്ലേ. സിനിമയാണ് സ്വപ്നം. സിനിമയാണ് സ്വപ്നം. ഇന്നല്ല നാളെ കേറിയിരിക്കും. മരിക്കുന്നതിന് മുമ്പേ കയറിയിരിക്കും. അതൊരു വാശി ആഗ്രഹമാണ്. ഒരു ആഗ്രഹമാണ്, ഒരു വാശിയുമാണ്. ഞാനൊരു സിനിമ ചെയ്യുക, ആ സിനിമയിലെ വില്ലനാണ് മട്ടാഞ്ചേരി മാർട്ടിൻ. അപ്പം ഞാനതൊരു ഡയലോഗ് പറയുക, അത് എന്നെ പറഞ്ഞു കേൾപ്പിക്കണം. മച്ചാൻ്റെ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഞാനും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം മച്ചാൻ്റെ വീട്ടിലോട്ട് മച്ചാനെ കൊല്ലാൻ വരുന്നൊരു വ്യക്തിയാണ് ഞാൻ. മച്ചാൻ വീട്ടിലുണ്ട്. അപ്പം സ്പോട്ടിൽ അടിച്ചോ ഡയലോഗ്, ഒരു കുഴപ്പമില്ല, പക്ഷെ കലിപ്പായിരിക്കണം. ഓക്കെ, തുടങ്ങാം. എടാ മാർട്ടിനെ, നീയാണോ എന്നെ പൈസ മേടിച്ച് തിരിച്ചു തരാതെ പോയേ?
എന്താ എന്റെ അടുത്ത് ഉണ്ടാക്കണ നീ? എടാ പൈസ മേടിച്ച തിരിച്ചു തരാൻ പഠിക്കണം. എന്റെ പൊന്നു, എന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞെങ്കിലൊക്കെ ഉണ്ടാ. ഇത് ഉടനെ തന്നെ ഏതെങ്കിലും ഡയറക്ടർമാർ കാണുവാണെങ്കിൽ വിളിക്കണേ. അപ്പോൾ അത് പൊളിച്ചു. കാസ്റ്റിംഗ് കോളിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ടോ? കാസ്റ്റിംഗ് കോളിൽ ഒരുപാട് പോയിട്ടുണ്ട്. ആഹാര രീതിയൊക്കെ എങ്ങനെയാ? ചാളക്കറിയും ചോറുമാണ് ഏറ്റവും ഇഷ്ടം. ഏറ്റവും ഇഷ്ടം ചാളക്കറിയും ചോറും. ചോറും ചോരി. ജിമ്മിലൊക്കെ പോവോ? ജിമ്മ വീട്ടിൽ നിന്ന് തന്നെ വർക്കൗട്ട് ചെയ്യും. ഈ മുടിയുടെ ഒരു രഹസ്യം എന്തുവാ? I love Bob Marley. ഏ I love Bob Marley. ബോബ് മാർലി ഭയങ്കര ഇഷ്ടമാണ്. ബോബ് മാർലി ഭയങ്കര ഇഷ്ടം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുണ്ടോ ഈ ഹെയർ? എന്ത് പാട്? നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല അപ്പോളെ ഹെയർ. അതൊക്കെ ആ ഫ്ലോയിൽ അങ്ങോട്ട് വിട്ടു കൊടുക്കുക. അതൊക്കെ അങ്ങനെ പോയിക്കോളും. മലയാള സിനിമയിലോട്ട് വരുവാണെങ്കിൽ ആറുകൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹം. വിനായകൻ ചേട്ടൻ ഭയങ്കര ആഗ്രഹമാണ്. മച്ചാന്റെ വോയിസിൽ തന്നെ വിനായകൻ ചേട്ടൻ്റെ ഒരു വോയിസ് കിടപ്പുണ്ട് കേട്ടോ. അത് കൊച്ചിക്കാരനായതുകൊണ്ടായിരിക്കും. ഏതെങ്കിലും ഡയലോഗ് പറയാം, വിനായകൻ ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്. കൃഷ്ണ, നിന്റെ ഈ ചെറുത്താൻ്റെ കാലുണ്ടുള്ള കളി ഇന്നത്തോടെ നിർത്തിയേക്കണം. അതൊന്ന് പറഞ്ഞിട്ട് പോകാനാണ് പറയത് വന്നത്. നല്ലത് ഇത് കണ്ട അതിഥിയെ കിടത്തി ഉറക്കും, നല്ല ആരാരും പാടി ഉറക്കും. അടിപൊളി. വിനായകൻ ചേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. വിനായകൻ ചേട്ടൻ ഇന്റർവ്യൂ കാണുവാണെങ്കിൽ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിക്കട്ടെ. ഭയങ്കര ഇഷ്ടമാണ് വിനായകൻ ചേട്ടനാണ്. ഭയങ്കര ഇഷ്ടമാണ്. വിനായകൻ ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? കമ്മട്ടിപ്പാടം. ഭയങ്കര ഇഷ്ടമാണ്. കമ്മട്ടിപ്പാടത്തിലെ ആ ഡയലോഗ് എന്ന് പറയാം, അവർ ചതിച്ചു കഴിയുമ്പോൾ. കൃഷ്ണ, എങ്ങടാ ചുമ്മാ വിളിച്ചാണ്ടാ, വിളിക്കണമെന്ന് തോന്നിയടാ. കുറച്ച് പിള്ളേർ പുറകെ കൂടിയിട്ടുണ്ടാ, അവരെൻ്റെ ഉറക്കൊന്നാടാ തോന്നണ. ശരിയടാ കൃഷ്ണ. ചെറുതായിട്ട് മിമിക്രി ചെയ്യും. മിമിക്രി ഒന്നും ചെയ്യില്ല. പാട്ട് പാടും. ഡാൻസ് കളിക്കും. ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല, സ്വന്തമായിട്ട് പഠിക്കണം. പാട്ടോ? പാട്ടും സ്വന്തമായിട്ട് തന്നെ. പാട്ടാണ് ഞാൻ മറ്റേ ശാസ്ത്രീയ സംഗീതമൊന്നും പാടുന്നില്ല. നമ്മുടെ മനസ്സിൽ വരുന്നെങ്കിൽ പാടും. മൈ ഓൺ സോങ്, മൈ ഓൺ ലിറിക്സ്. തന്നെ എഴുതിയൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അതിൻ്റെ 2 വരി ഒന്ന് പാടാമോ? This song about me, myself, Francis Nevin Agustin. मेरा लाइफ में मेरे को बोल दिया, तेरे लाइफ को पीछे मत देखो बेटा, क्योंकि तेरे मन में काली याद है, वो याद से मन दर्द होता है. എൻ മനമേ എന്നുടെ മനമേ ഞാനൊരു കഥയുടെ പൊരുൾ പറയാം. ഞാൻ കരയും ഓരോ നാളിലും എൻ വേദന അലിഞ്ഞു തുടങ്ങി. ഞാൻ ചിരിക്കും ഓരോ നാളിലും എൻ വേദന കരഞ്ഞു തുടങ്ങി. നിഴലാട്ടക്കം നാട്ടക്കം ആടി എൻ ജന്മം മുന്നോട്ട്. മതിയാ? അടിപൊളി. ഇതൊക്കെ തന്നെ അങ്ങ് എഴുതുന്ന? ഇതൊക്കെ തന്നെ എഴുതിയത്. നമ്മുടെ വൈറലായ ഒരു വീഡിയോയുണ്ട്, കഥയുണ്ട്. നീ സീർത്ത് വലിച്ചാൽ നിന്റെ തലക്കെട്ടി ഞാൻ കൂട്ടും, നീ കഞ്ചാവ് വലിച്ചോ കുഴപ്പമില്ല. ഇത് പറയുമ്പോൾ പേടിയില്ല? ഒന്ന് സോഷ്യൽ മീഡിയയിലാണ്, എന്തിനാ പേടിക്കണം? 2 പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകൾ കാണും. എന്തിനാ പേടിക്കണം? ഇനോ ലെജൻസ് പറയും ഞാൻ പറയുന്നോട്, യു ആർ റൈറ്റ് നെവൻ, യു ആർ റൈറ്റ്. യു ജസ്റ്റ് ഗിവ് ഹെയർ എ ഗുഡ് അഡ്വൈസ്, യുനോ. അങ്ങനെ എന്നാ കുട്ടിയോട് പറഞ്ഞപ്പം സുഹൃത്തുക്കൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ പറഞ്ഞ ശരിയായില്ല? എനിക്ക് അവര് എന്ത് പറഞ്ഞാലും, ഇപ്പൊ എന്നെ കുറിച്ച് മറ്റേ പറഞ്ഞായിരുന്നു, മറ്റേ സീക്രട്ട് ഏജന്റ്. ഞാൻ അവർക്കൊക്കെ കൊടുക്കണത് എന്താണെന്നറിയോ? ടേക്ക് ദിസ് ആൻഡ് ഗോ ഹോം, മൈ ലൈഫ് മൈ പെയിൻ, എൻ്റെ ജീവിതം എൻ്റെ വേദന, അത് രണ്ടും അനുഭവിക്കുന്നത് ഞാൻ. ആര് പറഞ്ഞാലും ഒരു മൈൻഡും ഇല്ല. ഐ ഗിവ് ദം ദിസ്. സീക്രട്ട് ഏജന്റ് വീഡിയോ കണ്ടായിരുന്നോ? എന്നെ കുറിച്ച് പറഞ്ഞതല്ലേ? സീക്രട്ട് ഏജന്റ് പറയുന്നത്. എനിക്ക് അവനെ കുറിച്ച് എനിക്ക് തോന്നിയത്, അവൻ ഈ പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു പിമ്പാണ് അവൻ. മനസ്സിലായില്ലേ? ഈസ് ലൈക്ക് എ പിമ്പ്, യുനോ. മറ്റുള്ളവരുടെ വേദനയും മറ്റുള്ളവരുടെ ജീവിതമൊക്കെ വെച്ച് അവൻ യൂട്യൂബിൽ കാണിച്ച് അവൻ വലിയ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, ഭയങ്കര ഇതൊക്കെ കാണിച്ച് അവന് പൈസ കിട്ടുന്നുണ്ടല്ലോ അതിൽ നിന്ന്. മനസ്സിലായില്ലേ? അവനൊരു പിമ്പാണ്. അവനേക്കാൾ അത്ര കണ്ടാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പൊ ഉണ്ണിമൂന്നിന്റെ ഒക്കെ വിഷയം കത്തി നിൽക്കുക. ഉണ്ണിമൂന്തനൊക്കെ അടിപൊളി മെമ്പറല്ലേ? അറിയാവോ? ഉണ്ണിമൂന്തൻ അറിയാം, അങ്ങനെ പേഴ്സണലായിട്ട് അറിയില്ല, എന്നാലും അറിയാം. ആളൊക്കെ അടിപൊളി മെമ്പറാണ്. സീക്രട്ട് ഏജന്റ് വെറും ഈ സിനിമയിൽ പറയില്ലേ ഓരോരോ പട്ടിത്തീട്ടങ്ങൾ, അതാണ് അവനൊക്കെ.
ഈ വീഡിയോ പുറത്ത് ഔട്ട് വരുമ്പോൾ സീക്രട്ട് ഏജൻറ് കണ്ടിട്ട് ഇതിന് പിന്നെ റിയാക്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? റിയാക്ട് ചെയ്യട്ടെ, എനിക്കെന്താണ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതേ ഉള്ളൂ. എനിക്ക് അതേ ഉള്ളൂ അവന് കൊടുക്കാൻ. സീക്രട്ട് ഏജൻറ് മാത്രമേ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നു. കുറേ പേര് ചെയ്തിട്ടുണ്ട്. ഈ എക്സൈസിൽ ഓഫീസിലൊക്കെ പോയി എങ്ങനെ അങ്ങനെ നിൽക്കാൻ പറ്റുന്നേ? ഒരു അപാര ധൈര്യം കേട്ടോ. എന്തിനു ധൈര്യം? എന്നാലും ഒരു പച്ച മനുഷ്യനായി കഴിഞ്ഞാൽ ധൈര്യമൊക്കെ ഉണ്ടാവും. ഒരു പച്ച മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ ധൈര്യം മാത്രമേ ഞാനും കാണിച്ചുള്ളൂ. ലൈഫിൽ പേടി എന്ന് പറയുന്ന വാക്കില്ല. അതാര് വന്നാലും, ഒരു ആന കുത്താൻ വന്നാലും പേടിക്കാണ്ട്. അതൊക്കെ മനസ്സിന്റെ കട്ടിയല്ലേ. അച്ഛൻ എങ്ങനെയാ വീട്ടിൽ? അച്ഛനും നമ്മുടെ പോലെയൊക്കെ തന്നെ. അതല്ലേ അച്ഛന്റെ ഒരു ഇതായിരിക്കും. പക്ഷേ അച്ഛൻ ജോയിന്റ് അടിക്കൂല. അച്ഛനുള്ള ബീഡി കട്ടൻ ദൈവമേ. ഒത്തിരി എത്ര നാളായി ശരിക്കും ജോയിന്റ് തുടങ്ങിയിട്ട്? കഥയൊക്കെ പറഞ്ഞു വരുമ്പോ 11ാമത്തെ വയസ്സിൽ അടി തുടങ്ങി. 11ാമത്തെ വയസ്സ്. അങ്ങനെ അവിടെ നിന്ന് ഇതിനോട് ഇഷ്ടം തോന്നുന്നേ? ഇഷ്ടമല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഇറ്റ്സ് എ ഹെൽപ്പ് പീപ്പിൾ. അതൊരു മരുന്നാണ്, എല്ലാ അസുഖത്തിനുള്ള ഒരു മരുന്നാണ്. അങ്ങനെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം മച്ചാൻ ഇപ്പം ജോയിന്റ് അടിക്കുന്നു, മച്ചാൻ്റെ ലൈഫിൽ ഇഷ്ടമുള്ളൊരു കാര്യം, ഓക്കെ. അപ്പോൾ ആ കുട്ടിയുടെ ആ കേസ് എടുക്കുമ്പം ആ കുട്ടിയെ അടിക്കാൻ പ്രേരിപ്പിക്കുമല്ലായിരുന്നോ മച്ചാൻ? അവക്ക് ആ 17ാമത്തെ വയസ്സിൽ ഓൾറെഡി 5 കേസുണ്ട്, ജയിലിലാണ്. 3 കിലോ 4 കിലോ ഒക്കെ ആയിട്ട്. ഞാൻ ഇതുവരെ 1 രൂപയുടെ കഞ്ചാവ് പോലും വിറ്റിട്ടില്ല കൂട്ടുകാരാ. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടോ വീഡിയോയിൽ? മുള വിൽക്കാൻ പോവല്ലേ അല്ലേ? വലിച്ചോ നീ, അതൊരു മരുന്നാണ്, അതൊരു വെജിറ്റബിൾ ആണ്. ചീരയൊക്കെ എല്ലാവർക്കും എല്ലാ ദിവസവും തിന്നണതിന് കുഴപ്പമില്ലല്ലോ. ചീര കഴിച്ചാൽ ഇത്രയും പെരുപ്പ് കയറത്തില്ലല്ലോ. കയറുമോ? ഞാൻ ചെയ്യട്ടെ. കട്ടൻ ചായ ഇല്ലേ, നല്ല സ്ട്രോങ് കട്ടൻ ചായ വെളുപ്പിന് ഓർമ്മ അടിക്കുമെന്ന് അപ്പൊ കിട്ടുമെങ്കിൽ. നമ്മൾ ഈ അടിക്കുന്ന സ്റ്റഫിന്റെ എഫക്റ്റ് ഒക്കെ കട്ടൻ ചായക്ക് വരുമോ? അത് സ്റ്റഫിന്റെ എഫക്റ്റ്, ദാറ്റ്സ് എ ഹോളി പ്ലാൻ, ദാറ്റ്സ് വൈ. നിങ്ങൾ അതിനൊരു ലഹരിയായിട്ട് കാണല്ലേ കൂട്ടുകാരാ. പ്രകൃതിയിലൊന്നും ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ, ഈ നൂറ്റാണ്ടിലാണ് പരമശിവൻ ജീവിച്ചിരുന്ന വെച്ചെങ്കിൽ പരമശിവനെ നിങ്ങൾ പിടിച്ച് ജയിലിലിടുമല്ല NDPS കേസും ചുമത്തിയിട്ട്. കാരണം പരമശിവൻ 24 മണിക്കൂറും ബോച്ചുണ്ട് നടക്കാനാണ്. ഏതെങ്കിലും ദൈവം ഡ്രഗ് ഉപയോഗിക്കോ? അങ്ങനെ ഒരു ദൈവം ഇപ്പൊ നിലവിലില്ലല്ലോ. പരമശിവൻ ഇപ്പൊ ഉണ്ടെങ്കില് ആ ദൈവത്തെ നിങ്ങൾ ജയിലിലിടും. പിന്നെ നിങ്ങളുടെ ഈ സമൂഹം ജയിലിൽ പിടിച്ചിടും NDPS കേസും ചുമത്തിയിട്ട്. കഞ്ചാവ് വലിച്ചതിന് കഞ്ചാവ് കയ്യിൽ വെച്ചതിനൊന്നും പറഞ്ഞു. ഏതെങ്കിലും ദൈവം ഡ്രഗ് ഉപയോഗിക്കോ? ഇല്ല. വൈ ഹി യൂസ് ദാറ്റ്? ബിക്കോസ് ഇറ്റ്സ് എ വെജിറ്റബിൾ, ദാറ്റ്സ് വൈ. ഭൂമിയിൽ വിത്ത് വീണപ്പോൾ മുളച്ചോനൊരു ചെടിയാണ്. നമ്മളപ്പോൾ സീക്രട്ട് ഏജന്റിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആൾക്ക് കൊടുക്കാനുള്ള ഒരു റിപ്ലൈ കൊടുക്കുകയും ചെയ്തു ക്യാമറയ്ക്ക് മുന്നേ. അത്രേ ഉള്ളൂ. അതുപോലെ നോവിച്ചാരെയും സോഷ്യൽ മീഡിയ ആൾക്കാരുണ്ടോ? കുറേ ഉണ്ട്. നമ്മുടെ ആറാട്ടണ്ണനെ പറ്റി എന്തോ അഭിപ്രായം? പുള്ളിയുടെ വൈബിൽ പോണു. എനിക്കങ്ങനെ ആരെക്കുറിച്ചൊരു അഭിപ്രായമില്ല. എല്ലാവരും അവരവരുടെ വൈബില്. പിന്നെ നമ്മളെ ആരെയും ചൊറിയാൻ വന്ന് നമ്മൾ കയറി. എനിക്ക് അഭിപ്രായമുള്ളത് ഇങ്ങനത്തെ ഈ സീക്രട്ട് ഏജന്റ് അങ്ങനത്തെ ഊളകളോടാണ് എനിക്ക് അഭിപ്രായമുള്ളത്. എന്തിനൊന്ന് മറ്റുള്ളവൻ്റെ വേദനയും മറ്റുള്ളവൻ്റെ ജീവിതം വെച്ച് പൈസ ഉണ്ടാക്കി ജീവിക്കണ്. ഇവനേലൊക്കെ അന്തസ്സുണ്ടല്ലോ വേശികൾക്ക്, കോൾ ഗേൾസിന് ഇവനേലൊക്കെ അന്തസ്സുണ്ട്. ആൾക്ക് 4 ലക്ഷം രൂപ കിട്ടുന്നേ. 4 ലക്ഷം രൂപ മാസം യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ചരഞ്ഞിട്ട്. അല്ലേ? പക്ഷെ ആള് പറയുന്ന എല്ലാ കാര്യവും അവൻ എന്ത് കാര്യമാണ്? അവനൊക്കെ ഈസ് കുരുട്ട് ബുദ്ധിയുള്ള മനുഷ്യനാണ്. അവന് പൈസ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് അറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവനൊക്കെ ഇങ്ങനെ നടക്കണം. അവനൊക്കെ എങ്ങനെയാലും നടന്നോട്ടെ. നമ്മുടെ വിക്കി തഗ്ഗിനെ പറ്റി എന്താ പറയാനുള്ളത്? ഈസ് എ ഗുഡ് ഗായ്. ആളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? എൻ്റെ ഒരു സഹോദരനാണ് വിക്കി തഗ്. സഹോദരനാണ്. ലാസ്റ്റ് അവനെ മെത്തായിട്ട് പിടിച്ചാൽ അതിലെനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഈസ് എ ഗുഡ് ഗായ്, ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ഇപ്പൊ ആള് പിടിച്ചിട്ട് ഇറങ്ങിയല്ലോ. അവൻ ഇറങ്ങി. അത് കഴിഞ്ഞ് മീറ്റ് ചെയ്തോ? ഇല്ല, മീറ്റ് ചെയ്തിട്ടില്ല. മീറ്റ് ചെയ്യണം. ഹി റിയലി വോണ്ട് ടു മീറ്റ് മീ. ഭയങ്കര ഇഷ്ടം. ഒരു അനിയനാ വിക്കി തക്കിന് തന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേക്കണ. എനിക്കൊരു അനിയനെ പോലെയാണ്. ആള് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതിന് മുമ്പുള്ള ബന്ധമാണോ അതോ സോഷ്യൽ മീഡിയക്കുള്ള ബന്ധമാണോ വിക്കി തഗ്ഗിന്? എനിക്ക് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ബന്ധമാണ് ഇങ്ങനെ പരിചയപ്പെട്ടത്. കാരണം ഞാൻ ജയിലിൽ കിടന്നപ്പോൾ അവൻ എന്നെ ഇറക്കാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടിയായിരുന്നു. അവൻ അപ്പോൾ ആ ടൈമിന് ഇന്ത്യയിലില്ല, ഞാൻ ദുബായിലായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ എന്തോ. ജയിലിൽ എത്ര നാളും കിടന്നു? ഒരാഴ്ച കിടന്നു. ജയിലിൽ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. 3 നേരം ഭക്ഷണം, 2 നേരം ചായ, കേരള പോലീസിൻ്റെ സെക്യൂരിറ്റി, പിന്നെന്ത് വേണം?
നമ്മളിങ്ങനത്തെ തെറ്റൊക്കെ ചെയ്തിട്ട് ജയിലിൽ പോയാൽ അവിടുത്തെ പ്രതികൾ ഇടിക്കുമെന്നൊക്കെ പിന്നെ പറയുന്നത്. അവിടെ കിടക്കണ എല്ലാം മാലാകമാരാണല്ലോ. അവിടെ മാലാകമാരാണല്ലോ കിടക്കണത്. അവിടെ ഇതിൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കിയിട്ട് വന്ന ടീമുകളല്ല. മച്ചാനെ ഇപ്പം നമ്മുടെ ഒരു മന്ത്രിയായിട്ട് നിയമിച്ചെന്നിരിക്കട്ടെ, മച്ചാൻ മാറ്റാൻ പോകുന്ന റൂൾസൊക്കെ എന്തുവാ? ഡ്രഗ്, മെത്ത്, ഈവൻ 1 ഡേയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. 1 ഡേയിൽ സ്റ്റോപ്പ് ചെയ്യും. കഞ്ചാവ് ലീഗലാകും. അപ്പം അത് എല്ലാവർക്കും കൊടുക്കും? എല്ലാവർക്കും, ഈച്ച് ആൻഡ് എവറി പീപ്പിൾ. അപ്പം മന്ത്രി ആയിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കഞ്ചാവ് എല്ലാവർക്കും കൊടുക്കും. കഞ്ചാവ് ലീഗലാക്കും. സിഗരറ്റ് ബാൻ ചെയ്യും. അത് ഞാനത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. സിഗരറ്റ് വലിച്ച് നിന്റെ തലക്കെട്ട് ഞാൻ കൂട്ടും. അതുപോലെ ഇതാണോ സിഗരറ്റിനോട്? ഞാൻ ചോദിക്കട്ടെ, ആ സിഗരറ്റ് വലിച്ച എന്ത് അസുഖമല്ലോ? കയറി പിടിക്കും. ക്യാൻസർ. ക്യാൻസറാ? സിഗരറ്റ് സ്മോക്കിംഗ് വിൽ കോസസ് ക്യാൻസർ. അത് ആൻസ് വെച്ചാലും ക്യാൻസർ വരും. അപ്പോൾ അത്രയും വിഷമുള്ള സാധനങ്ങൾ ലീഗലാക്കിയിട്ട് ഈ ദിവ്യമായ ഒരു ചെടിന ഡ്രഗ് എന്ന് പറയും ഇവർക്ക് എന്ത് യോഗ്യതയുള്ള? സ്റ്റഫ് വലിച്ച ഒരു അസുഖം വരില്ല. ഇതുവരാരും മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ലെന്നൊന്നും പറയല്ലേ? ആരാ മരിച്ച? ഒരാളെ കാണിച്ചപ്പോ ഇപ്പൊ പോകാനുള്ള വീട്ടിലേക്ക് വാ. അതല്ലെന്ന്, സ്റ്റഫ് അടിച്ച് മനുഷ്യരായാലും എല്ലാവരും മരിക്കത്തില്ലേ? മനുഷ്യരാ, അത് ജനിച്ചോണ്ട് ഭൂമിയിൽ ജനിച്ചവരെല്ലാം മരിക്കും. ഓ, സ്റ്റഫ് അടിച്ച് അസുഖം വന്ന് മരിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. സ്റ്റഫ് സിഗരറ്റ് വലിച്ച് എത്ര പേര് ക്യാൻസർ വന്ന് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ സിഗരറ്റൊക്കെ ഇപ്പോഴും ലീഗലാണല്ലേ. ഗവൺമെൻറ് ഇപ്പോൾ സ്വിച്ച് ഇട്ട് അമക്കണ സിഗരറ്റ് വരെ ഉണ്ട്. സ്വിച്ച് ഇട്ട് അമക്കിക്കോ ക്യാൻസർ പിടിച്ച് മരിക്കൂ. മദ്യം കുടിക്കൂ ക്രിമിനൽ ആവോ. സ്റ്റഫ് വലിക്കൂ അകത്ത് കിടക്കൂ. സ്റ്റഫ് വലിക്കൂ അകത്ത് കിടക്കൂ. ഇതാണ് നമ്മുടെ നിയമം. ഇനോ എനിക്ക് ഇത്രയുള്ള കൂടുതൽ. എനിക്കിനി വീഡിയോ ഇറങ്ങിയിട്ട് ഇതിൻ്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലാൻ വന്നാലും എനിക്കൊരു സങ്കടമില്ല. ഞാൻ ഇങ്ങനെ എനിക്കുള്ളൂ. ക്യാരി ഓൺ പീപ്പിൾ. ധൈര്യം അപാര തൊലിക്കെട്ടി കേട്ടോ. ഇത്രയും സംസാരിച്ചിട്ട് ആ ഒരു ഈ തൊലി ആ തൊലി ഒന്നും തൊലി ഒന്നും നമ്മുടെ ചോരയും ഒന്ന് തന്നെ. എന്നാലും ആ ഒരു മനധൈര്യം ഭയങ്കര. പറഞ്ഞ എന്നെ കണ്ടാ മൃഗോക്കൊല്ലത്. ഈ പറഞ്ഞു പറഞ്ഞ എന്നെ കണ്ടാ മൃഗോക്കൊല്ലത്. തൊലി കെട്ടിയ ഭയങ്കര ജീവിതത്തിൽ മരിക്കുന്നിടം വരെ ഇതപ്പോ യൂസ് ചെയ്യും. നിർത്താൻ ഒരു പദ്ധതിയില്ല. അതിനി ആരൊക്കെ പിടിച്ചാലും എവിടെയൊക്കെ കൊണ്ടിട്ടാലും എവിടെയൊക്കെ കൊണ്ടിട്ടാലും ഇതിനിപ്പോ അഡിക്ഷനായി ഇത് കിട്ടാതിരിക്കുമ്പോ. ഐ ആം നോട്ട് അഡിക്റ്റഡ് മാൻ, ഐ ആം ജസ്റ്റ് കമ്മിറ്റഡ് ആൻഡ് ഐ ലവ് ഇറ്റ്. പ്രണയങ്ങളുണ്ടോ ജീവിതത്തിൽ? മനുഷ്യനായിട്ട് ജനിച്ചു പോയില്ലേ, അപ്പൊ പ്രണയം ഉണ്ടാവൂലേ? പ്രണയം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ വൈഫിനോടായിരുന്നു എനിക്ക് പ്രണയം. അവളിപ്പോൾ എൻ്റെ ഒപ്പം ഇല്ല, ഡിവേഴ്സായി, ബന്ധം ഏർപ്പെടുത്തി. ബിക്കോസ് ഐ ആം എ ലൂസർ, ദാറ്റ്സ് വൈ. ചേച്ചി എവിടെ ആയിരുന്നു? അവൾ വെള്ളക്കരുതിയാണ്. ആ വെള്ളക്കരുതിയാണ്. ആ ടാലൻറ്റ് ഷോയിൽ പോയി ഇഷ്ടപ്പെട്ടതാണോ? ഇല്ലില്ല, ഞാൻ അവള് ഷീസ് ആൻ ആർട്ടിസ്റ്റാണ്. അവൾ ബിനാലൊക്കെ വേണ്ടി ഒരു പ്രാവശ്യം വന്നതാണ് 6 കൊല്ലം മുമ്പ്. അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് കൂട്ടുകാരായി. Then we are in love. We fall in love. 3 years we are in love. Now 3 years we are married. Now we are divorced. I miss her a lot. I wait for her till my last breath, you know. അങ്ങനെ ഒരുപാട് സ്നേഹിച്ച ആ വ്യക്തി ഇട്ടേച്ചു പോയപ്പോൾ മനസ്സ് ഒരുപാട് തകർന്നില്ലേ? ഒരുപാട് തകർന്നാണ്. എല്ലാ ദിവസവും ഇരുന്ന് കരയും അവളെ കുറിച്ച് ആലോചിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളെന്നോട് പറഞ്ഞെന്താണെന്നറിയോ, നെവിൻ നമ്മൾ ഡിവേഴ്സ് ആയില്ലേ, ഇനി നിനക്ക് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ വേറെ പെണ്ണിനെ കെട്ടാലാന്ന്. അപ്പം ഞാൻ അവളോട് പറഞ്ഞെന്താണെന്നറിയോ, എന്തിനാ മരിയോ ഒരു പെണ്ണിനെ കെട്ടണ? ഒരു കൊല്ലത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് വെച്ച് 365 ദിവസം. 365 ദിവസം 365 പെണ്ണിനെ കെട്ടി കാണിച്ചെന്നാന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള ആറ്റിറ്റ്യൂഡ് നെവിനുണ്ട്. നെവിൻ അത് ചെയ്യാനുള്ള കാരണം എന്താന്നാ, നെവിൻ ഒരു പ്രാവശ്യം ജീവിക്കുള്ളൂ. സോ നെവിൻ പ്ലാൻ ടു ലവ് വൺസ്, നെവിൻ വിൽ മാരി വൺസ്. യുനോ, ഒരു പ്രാവശ്യം കെട്ടുള്ളൂ നെവിൻ. ഞാൻ ഒരു പ്രാവശ്യം ജീവിക്കുള്ളൂ കൂട്ടുകാരാ. എനിക്ക് ഇനിയിപ്പം വേറെ കല്യാണം ചിന്തയില്ല? വേണ്ട വേണ്ട. ഇപ്പം ആളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? നോ. ബട്ട് മൈ സോൾ ടെൽ, എൻ്റെ ആത്മാവ് പറയണത് അവൾ എനിക്ക് വേണ്ടി തിരിച്ചു വരുമെന്ന്. തിരിച്ചു വരും എന്നുള്ള കാത്തിരിപ്പിലിരിക്കുന്നു, വിശ്വസിക്കുന്നു. നിങ്ങളെയൊക്കെ പഠിപ്പിച്ച ഫേക്ക് വേൾഡാണ്. അതാണ് നിങ്ങളൊക്കെ സ്നേഹം എന്താണെന്ന് അറിയില്ല. അതല്ലേ നിങ്ങൾ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കണം. സിമ്പിൾ ഓഫ് ലവ്, താജ്മഹൽ. അവിടെ എന്ത് സിമ്പിളാണോ ഉള്ളത്?
ഷാജഹാന്റെ 8ാമത്തെ വൈഫാണ് മുംതാസ്. അത് മുംതാസിനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല കെട്ടണം. മുംതാസിനെ കണ്ട് ഡാവിന് ടോംബെ ഇതായിട്ടാണ് മുംതാസിന്റെ കെട്ടീനെ കൊന്നിട്ട് മുംതാസിനെ കെട്ടണത്. അതിന്റെ മുംതാസിന് 8 പിള്ളേരെയും കൊടുത്ത് മുംതാസ് മരിച്ചു കഴിഞ്ഞപ്പോൾ മുംതാസിന്റെ അനിയത്തിനെയും കെട്ടി. ദാറ്റ്സ് നോട്ട് സിമ്പിൾ ഓഫ് ലവ്. സിമ്പിൾ ഓഫ് ലവ് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. കാഞ്ചനമാല മൊയ്തീൻ റിയൽ റിയൽ ലവ്. മട്ടാഞ്ചേരി മാർട്ടിൻ കാണുന്ന ഒരു പ്രണയവും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ കാണുന്ന പ്രണയവും തമ്മിൽ ഒരു ഡിഫറൻസ് പറയാമോ? ന്യൂ ജനറേഷൻ പ്രണയം എന്ന് പറഞ്ഞാൽ ദിസ് ലവ് ഇസ് സംതിങ് സ്പെഷ്യൽ പീപ്പിൾ. ലവ് ഇസ് സംതിങ് സ്പെഷ്യൽ, യുനോ. പ്രണയിക്കുവാണെങ്കിൽ കല്യാണം കഴിക്കണം, പിന്നെ അതാണ് മാർട്ടിൻ്റെ ജീവിതത്തിലൂടെ മാർട്ടിൻ പഠിച്ചത്. ഇപ്പം നമ്മൾ നമ്മുടെ കാലഘട്ടങ്ങൾ എടുത്തു നോക്കുമ്പം കോളേജ് ലൈഫ് ആണെങ്കിലും സ്കൂൾ ലൈഫ് ആണെങ്കിലും പ്രണയിക്കുക, കോളേജ് ലൈഫ് ഇറങ്ങുമ്പം നമ്മ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നത്? നമ്മ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. എല്ലാവരും അവരവരായിട്ട് ജീവിക്കാൻ വിടുക. എല്ലാവരും അവരവരുടെ കർമ്മം തന്നെ അവരവരെ പഠിപ്പിക്കും. മനസ്സിലായില്ലേ? ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർമ്മം എന്ന് പറഞ്ഞതുണ്ട്. നമ്മ കൈ കൊണ്ട് എന്തൊക്കെ കൊടുക്കണത് അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. അത് നല്ലത് മാത്രം കൊടുത്ത് തിരിച്ചു കിട്ടണമെന്നില്ലല്ലോ. നമ്മൾ ചെയ്ത് എന്ത് ദുഷ്ടതയാണെങ്കിലും തിരിച്ചു കിട്ടുന്നില്ല. നീ എന്തൊക്കെ കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ ഒരു സ്ലാപ്പ് ആയ പോലും എല്ലാം നിനക്ക് തിരിച്ചു കിട്ടും. അത് കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ? സ്നേഹമാണേലും വെറുപ്പാണേലും നീ കൊടുത്തിട്ടുണ്ടോ, ഇന്നല്ലേ നാളെ അത് മടങ്ങി മടങ്ങി. ഐ ബിലീവ് ഇൻ ദാറ്റ് കർമ്മ. ഈ മട്ടാഞ്ചേരിയിൽ നിന്ന് വന്ന, ഞാൻ മട്ടാഞ്ചേരിക്കാരനല്ല. ഐ വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ഫോർട്ട് കൊച്ചിൻ. ഫോർട്ട് കൊച്ചിക്കാരനാ. പിന്നെ മട്ടാഞ്ചേരി പേര് വന്നത് അത് ആ പരിപാടിക്ക് ഇട്ട പേരാണ്. ഞാൻ മട്ടാഞ്ചേരി മാർട്ടിൻ. അതൊരു പഞ്ചായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് റിയലി ഗുണ്ടയാണോ? എന്താ തോന്നണ എനിക്ക് കണ്ടിട്ട്? കണ്ടിട്ടൊരു ഗുണ്ട ഇതുണ്ട്, കണ്ടാലേ ഉള്ളു കേട്ടോ. സംസാരിച്ചു തുടങ്ങിയ ഒരു ശുദ്ധ ഹൃദയം. യേശു ക്രിസ്തൊക്കെ ഇപ്പൊ ഇരിക്കാറ്. യേശു ക്രിസ്തു അതിരിച്ചെങ്കിൽ യേശു ക്രിസ്തു അവിടെ ഇരിക്കരുത് പറഞ്ഞിട്ട് സാറും ഗുണ്ടകളെന്ന് ചോദിച്ചാല് മുടിയും താടിയൊക്കെ ഉണ്ടല്ലോ. അല്ല ഒരിക്കലും അയ്യോ, ഞാൻ മുടിയും താടിയും കണ്ടിട്ടൊന്നും അല്ല കേട്ടോ ഗുണ്ടയാന്ന് പറഞ്ഞു. ഒരിക്കലും ഞാൻ അങ്ങനെ, കാരണം അങ്ങനെയാണെങ്കിൽ മുടി don't judge anyone by their looks, man. 100% ഞാൻ അതിനോട് യോജിക്കുന്നു. ആരെയും ജഡ്ജ് ചെയ്യാൻ നമുക്ക് യോഗ്യതയില്ല. ഞാനത് പറയാൻ കാരണം നല്ല താടി നല്ല മുടിയും വളർത്തിയൊരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കാൻ കഞ്ചാവാണ്. സത്യം പറഞ്ഞാൽ ശരിക്കും അവൻ അത് എന്താന്ന് പോലും അറിയാത്ത വ്യക്തികളുണ്ട്. എന്നെ ലൈഫിൽ മോട്ടിവേറ്റ് ആളെ നീ കണ്ടിട്ടുണ്ടോ? അന്ന് ആ കപ്പലില് ഞാൻ മരിക്കാൻ പോയിരുന്നപ്പോ വന്ന് പറഞ്ഞാള് മറ്റേ ഹഗ് ചെയ്തെന്ന് പറഞ്ഞല്ലേ? ഇവിടം വരെ മുടിയുണ്ടായേക്കും. ഫുള്ള് ത്രെഡ് ലോക്കാണ്. ഇതേപോലത്തെ മുടിയാണ്. നല്ല ഫിഗർ, മൊത്തം ടാറ്റു. കണ്ണിന്റെ ഉള്ളിൽ ഒരു ടാറ്റു അടിച്ചേക്കാൻ. ആളെ കണ്ട നീ പിശാചാണെന്ന് പറഞ്ഞു ഓടിക്കണം. തന്നെ അയ്യോ, ഒരിക്കലും ഞാൻ മുഖം കണ്ട് വ്യക്തമായി ഞാൻ പറഞ്ഞത് അങ്ങനല്ല. മച്ചാനെ കണ്ടിട്ട് പേരില്ല ഞാൻ പറഞ്ഞ ഗുണ്ടയാണോ എന്ന് ചോദിച്ചത്. മാർട്ടിൻ ആ പേര് ഗുണ്ടയുടെ പേര് തന്നെയാണ്. റിയലി അപ്പൊ അങ്ങനെ ഒരു ഗുണ്ടയുണ്ട്? ഫോർട്ട് കൊച്ചിയിലുണ്ട്, മട്ടാഞ്ചേരിയിലുണ്ട്. അയാളിപ്പോ ജയിലിലാണ്. ആളറിഞ്ഞോ അങ്ങനെ പേരിട്ടെന്ന്? ഞാൻ ആളറിഞ്ഞായിരുന്നു. ആളെന്നെ ഒരു ദിവസം കാണാനും വന്നായിരുന്നു. എൻ്റെ ആളെന്നോട് കാണാൻ വന്നിട്ട് ആളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ, എന്താടാ നീ ഏതാണ്ടാ, നീയാണോ മാർട്ടിൻ? ഞാൻ ചോദിച്ചേ ഇന്നേട്ടാ, ഞാൻ ജനിച്ചു കളിച്ചോളുന്ന സ്ഥലമാണ്. ഞാനൊരു പരിപാടി കിട്ടിയ പേരാണ്. മനസ്സിലായോ? ഇവിടെ കിടന്ന് ഉണ്ടാക്കാൻ നിൽക്കണ കണ്ടോളാ അമ്മായിര, നീ ഇവിടെ നിന്ന് ജീവനോടെ പോലെടാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാക്കണേ. ഞാൻ എനിക്ക് ആരെയും പേടിയില്ല കൂട്ടുകാരാ. കാരണമില്ല, ഞാൻ എല്ലാവർക്കും കൊടുക്കണമില്ലേ ഈക്വൽ റെസ്പെക്റ്റാണ്. ഏത് വലിയ ഇപ്പം ഒരു മാർപ്പാപ്പ വന്ന് നിന്നാലും എൻ്റെ മുമ്പിൽ ഒരു കക്കൂസ കോരാൻ പോണ ആൾ വന്ന് നിന്നാലും രണ്ടുപേർക്കും ഞാൻ കൊടുക്കണ ഈക്വൽ റെസ്പെക്റ്റാണ്. കാരണം എന്താണെന്ന് പറയാം, എൻ്റെ മുമ്പിൽ രണ്ടുപേരും രണ്ട് ആത്മാക്കൾ മാത്രമാണ്. മനസ്സിലായി? ഞാൻ അങ്ങനെ കാണണം. ഇനി എൻ്റെ മനസ്സിൽ എല്ലാവർക്കും ഈക്വൽ റെസ്പെക്റ്റാണ്. നിനക്കും ഇവനും അവനും ഇവനും. അല്ല നീ വലിയ പൊസിഷൻ ആണോ, നീ എൻ്റെ മുമ്പിൽ ഒരു പൊസിഷനും ഒരു കോപ്പുമില്ല, ഒരു കോപ്പുമില്ല. ഫോർ മീ എവരി വൺ ആർ ദ സെയിം. എല്ലാ ആത്മാക്കളും എൻ്റെ മുമ്പിൽ സെയിം ആണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ മട്ടാഞ്ചേരി മാർട്ടിനോട് തിരിച്ചു പറഞ്ഞപ്പോൾ ആളൊന്നും പറഞ്ഞില്ല. ആര്? റിയൽ മട്ടാഞ്ചേരി മാർട്ടിൻ. എന്ത്? അവൻ കുത്തിയാലും ചോരോരും ഞാൻ കുത്തിയാലും ചോരോരും. മനസ്സിലായ? റിയലി അങ്ങനെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. എനിക്ക് ഇതിനടുത്ത് അടിക്കണമെന്നുണ്ട്. എനിക്ക് 2-3 ഇന്റർവ്യൂ ഇനി ഉള്ളതാണേ. ഞാൻ ചുമ്മാ ഞാൻ അങ്ങനെ ആരെയും ദ്രോഹിക്കുന്നില്ല. എനിക്കിഷ്ടമല്ല.
എനിക്ക് ആരോടും പ്രതികാരമില്ല, എനിക്ക് ആരോടും ദേഷ്യമില്ല. എന്നെ വേദനിപ്പിച്ചോ അവരോട് പോലും. എന്നാ കേരള പോലീസ് ഒരുപാട് വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ട് അവിടെ മണിക്കൂറോളമൊക്കെയാണ് കുത്തിയിരുത്തണത്. മനസ്സിലായില്ല, ഒരു ചെടി വലിക്കണേന്. ഞാൻ അവരോടൊക്കെ ഇത്രേ പറഞ്ഞത്, ഇന്നല്ലെങ്കിൽ നാളെ സമൂഹവും നിങ്ങളൊക്കെ മനസ്സിലാക്കും ഇതെന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര സപ്പോർട്ട് ചെയ്തതെന്ന്. ആ വീഡിയോ അല്ലായിരുന്നു അന്ന് വൈറലായത്? അന്ന് സമൂഹം നിങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അന്ന് ചിലപ്പോൾ ഞാനുണ്ടാവില്ല ഈ ഭൂമിയിൽ, ഞാൻ വിട്ടു പോയിട്ടുണ്ടാവും എല്ലാവരെയും. അപ്പം എനിക്ക് വേണ്ടി ആരും സല്യൂട്ടും ചെയ്യണ്ട, എനിക്ക് വേണ്ടി ആരും ഇതും ചെയ്യണ്ട. അപ്പം എനിക്ക് വേണ്ടി സല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനവിടെ സ്വർഗത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇതായിരിക്കും തന്നെ തോന്നി. അവിടെ ഒരു ടാറ്റു ഉണ്ടോ? അവിടെ വിരലിൻ്റെ അവിടെ? അതിന് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1988. 1988. ഇനി ഏതെങ്കിലും ടാറ്റു ശരീരത്തിൽ അടിക്കാൻ പ്ലാൻ ഉണ്ടോ? ആ, ഇനി മുഖത്ത് വൈഫിൻ്റെ പേര് ഇവിടെ അടിക്കണം. ആണോ? പിന്നെ ഇപ്പുറത്തെ നിന്റെ പേര് അജിത്. അടിക്കുമോ? ഒരു ബിഗ് ബോസിൽ വിളി വന്നാൽ പോവോ? പിന്നെ ഉറപ്പായിട്ടും പോവും. തീർച്ചയായിട്ടും പോവും. പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ഇതൊന്നും കിട്ടത്തില്ല. അപ്പൊ എന്തോ ചെയ്യും? ബിഗ് ബോസിൽ പോയ വിന്നായിട്ടേ വരത്തുള്ളൂ? അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ എന്നെ എത്ര പേരുണ്ടാവും അതിൽ, എന്നേലും നല്ല സ്മാർട്ടായിട്ടുള്ള. ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ വിളി വരട്ടെ ബിഗ് ബോസിലോട്ട്. എന്തിനാണ് എനിക്ക് വേറെ വല്ലതും പറയാൻ പാടില്ല. ബിഗ് ബോസിലേക്ക് ചോദിച്ചു പറയണത്, പല സിനിമയിലേക്ക് വിളി വരട്ടെ എന്ന് പറയാം. ബിഗ് ബോസിലൊക്കെ കയറിയ വിളിയൊക്കെ വരും. ഡോക്ടർ റോബിനെ കണ്ടില്ലേ? എനിക്ക് അതിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാനായിട്ട് അനേക്കുള്ളൂ. ഞാനെങ്ങും പോയി അഭിനയിക്കേ ഒന്നുമില്ല. ഞാനായിട്ട് തന്നെ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയുമോ? അത് എത്ര വലിയ ആൾ വന്നാലും ആളുടെ മുഖത്ത് നോക്കിയാൽ മതി. അതിലൊരു മടിയുമില്ല. എന്തിനാ പഠിക്കണം? ഞാൻ ജീവിച്ച എൻ്റെ ജീവിതമാണ്. ഞാൻ എൻ്റെ വേദന അനുഭവിച്ചത് ഞാനാണ്. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളൊക്കെ പേടിക്കണത്? ചിലപ്പോൾ ഇതിറങ്ങി കഴിയുമ്പോൾ പോലീസ് കേസൊക്കെ ആയ എന്നെ വിളിക്കുമോ? ഇല്ല, നിന്നെ ഞാൻ കൊല്ലും. അടിയാ ജയിലിൽ പോയി കിടക്കുക. അന്തസ്സുണ്ടല്ലേ, അവനെ കുത്തി കൊന്നിട്ടാണ് ഞാൻ ജയിലിൽ പോയി കിടന്നത്. എന്നാലും നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷം നോക്കണ്ടേ? എൻ്റെ സന്തോഷം ഇത് ടാറ്റുവാ. ഞാൻ അവിടുത്തെ മറുകയാണ് കേട്ടോ. അത് പകുതിക്ക് വെച്ച് നിർത്തിയതാണോ? ഇല്ലില്ല, അത് കണ്ണീരടിച്ചാണ്. കണ്ണീര് കരഞ്ഞഴിഞ്ഞ് മതിയാ. അപ്പൊ ഇങ്ങനെ ക്യാപ്പ് ഒന്ന് വരുവോ? ജീവിതത്തിൽ മട്ടാഞ്ചേരി മാർട്ടിൻ നീ ഇങ്ങനൊന്നും പോവല്ലടാ, നീ ഇതൊക്കെ നിർത്തടാ എന്ന് പറയുന്നവരോട് എന്തോ മറുപടി പറയാനുള്ളേ? ഇതാണ് എൻ്റെ മറുപടി. ഞാനിങ്ങനെ തന്നെ മുന്നോട്ട് പോകും. മരിക്കണോ? എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ താല്പര്യം. അല്ലാണ്ട് ഞാനെല്ലാം നിർത്തിയിട്ട് ഇപ്പം നിന്നെ കണ്ടുപിടിച്ചിട്ട് നാളെ എല്ലാ ദിവസവും വെളുപ്പിന് ഒരു ഉറക്കം നിന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കണ്ണാക്കി ഇങ്ങനെ നടത്തുന്ന വല്ല കാര്യമുണ്ട്? എന്നോട് ഇത് വേണ്ടായിരുന്നു കേട്ടോ. അതെനിക്കും പറ്റും. ഇരിക്കട്ടാ, ഒരു വഴിക്ക് പോണേ. നിങ്ങൾക്ക് കണ്ണിൻ്റെ അടി കറപ്പൊന്നുമില്ല കേട്ടോ. മനുഷ്യരിക്കൊക്കെ ഉണ്ടാവൂടാ, അപ്പം എനിക്കും ഉണ്ടാവും. എനിക്ക് കാഴ്ച കുറവാണ്. ലൈറ്റിൻ്റെ ആയിരിക്കും. ആ ലൈറ്റിൻ്റെ അതാണ്. എത്ര ഏജ് ഉണ്ട്? 35 ഈ മെയ് വരുമ്പോ. 88 എഞ്ചിൻ. 35 വയസ്സ്. എന്നെ കാണാൻ എത്ര പറയും? 10, 26, 25. എത്രയുണ്ട്? എത്രയൊക്കെ ഉണ്ട്. വയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ 10-50. വയറൊരു സിനിമയ്ക്ക് വേണ്ടി അവര് വയറ് വെക്കണമെന്ന് ഗർഭിണിയായിട്ടാണ്. അവരിപ്പോ ഇതിനു വേണ്ടി പറഞ്ഞതാ. ഗർഭിണിയായിട്ടാണ് അഭിനയിക്കുന്നത്. സിനിമയൊക്കെ കോമ്പിടിക്കാൻ ഓടിക്കൂടിയതില്ല. നിനക്ക് ഇടിക്കണ? നിനക്ക് ഇടിക്കണ? നിനക്ക് ഇടിക്കണാ? ഇടിച്ചു പോളിയാ.